ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹോണ്ട ഗ്രാസിയ നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോവാൻ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ വണ്ടി മിസ്സിങ്, ആക്സിലേറ്ററൊക്കെ കുറയ്ക്കുമ്പോൾ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അതൊക്കെയാണ് മെയിനായിട്ട് വണ്ടിയുടെ കംപ്ലയിൻ്റ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്തു. അതിനകത്ത് ഈ സ്ലോ ജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കാണ്. തന്നെയല്ല ഈ ഫ്ലോട്ട് വാൽവിൻ്റെ സൈഡൊക്കെ കാർബേറ്ററിൻ്റെ കറക്റ്റ് ആ സിലിണ്ടർ, ഫ്ലോട്ട് വാൽവ് കുറയ്ക്കണ സിലിണ്ടറിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചേക്കണായിട്ട് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ പെട്രോൾ ടാപ്പ് എന്ന് പറഞ്ഞാൽ വാക്യൂം ടൈപ്പാണ്. അടിയിലെ ഈ പൈപ്പ് വഴി എയർ വലിക്കുമ്പോൾ മുകളിലെ പൈപ്പ് വഴി പെട്രോൾ വരണം, അതാണ് അതിൻ്റെ സെക്ഷൻ. അപ്പോൾ എൻജിൻ സക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും പെട്രോൾ ഇറങ്ങേണ്ടത്. ഇത് നിലവിലെ ഈ അടിയിലെ പൈപ്പ് വഴി തന്നെ പെട്രോൾ വരാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇരിക്കണ വാൽവ് യൂണിറ്റ്, അതായത് ഫ്യൂൽ ടാപ്പിൻ്റെയാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂല കാരണം പെട്രോളാണ്. കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നമാണ് ഈ പറയുന്ന എല്ലാ കംപ്ലയിൻറ്റും കാണിക്കണത്. എത്തനോളിൻ്റെ പ്രോബ്ലമാണ് ഈ മൊത്തം കാണിക്കുന്നത്. E20 പെട്രോൾ എന്ന് പറയും. അതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ് ഈ പെട്രോൾ ഡയറക്റ്റ് കോൺടാക്റ്റിൽ വന്ന എല്ലാ ഭാഗങ്ങളും കംപ്ലയിൻ്റാണ്. അപ്പോൾ ടാങ്കിനകത്ത് പെട്രോൾ അടിച്ചിടുന്നു, അടിയിൽ വന്ന പെട്രോൾ ടാപ്പ് അലുമിനിയാണ്. അത് കെമിക്കൽ റിയാക്ഷൻസ് മൂലം കംപ്ലയിൻറ്റ് വന്നേക്കാണ്. നേരെ മറിച്ച് നേരെ ആ പെട്രോൾ കാർബേറ്ററിലേക്ക് വരുന്നു. കാർബേറ്റർ കംപ്ലയിൻ്റ് ആണ്. കാരണം ഫ്ലോട്ട് വാൽവ് സ്റ്റക്കായി തുടങ്ങിയിട്ടുണ്ട്, സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിലവിൽ നമുക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്യാം. ഈ ഫ്ലോട്ട് വാൽവും മാറ്റിയിടാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാർബേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് പെട്രോൾ ഈ കറുത്ത പൈപ്പ് വഴി പുറത്തേക്ക് പെട്രോൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാണ്ട് മാർഗ്ഗമില്ല, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അങ്ങനെ കംപ്ലയിൻറ്റ്, ഇനി ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ കാർബേറ്റർ അസംബ്ലി നമ്മൾ മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. പക്ഷേ പുതിയ കാർബേറ്റർ വെച്ചാലും എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പെട്രോൾ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ് റിപ്പീറ്റേഷൻ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ. ഞാനൊന്ന് ക്ലീൻ ചെയ്ത് ഈ 2 ഐറ്റം, ആ പെട്രോൾ ടാപ്പ്, പൈപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ഓൾറെഡി മാറിക്കോളും. പക്ഷേ ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വന്നാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഈ പ്ലഗിനകത്തേക്ക് ഇപ്പോൾ ആ എയർ പൈപ്പ് വഴി കൂടുതലായിട്ട് പെട്രോൾ എന്നത് പ്ലഗിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഫയറിങ് കൃത്യമായിട്ട് നടക്കില്ല ഈ പ്ലഗ് എടുക്കുന്നത്. അപ്പോൾ പ്ലഗും കൂടിയും കൂട്ടത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ സെക്ഷൻ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നടത്തിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ ഏകദേശം എത്ര പ്രതീക്ഷിക്കാമെന്നൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിൽ ഇട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ പെട്രോൾ ആയതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ്സ് റിപ്പീറ്റ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് കേട്ടോ.